ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷം നമ്മൾ കുറെ പുതിയ പേരുകൾ കേൾക്കുന്നുണ്ട് അല്ലേ? അതിനിടയിൽ കേട്ടൊരു പേരാണ് സുഭാഷ് കപൂർ. ആരാണ് ഈ സുഭാഷ് കപൂർ? ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഹൈക്കോടതി ഉത്തരവിലാണ് സുഭാഷ് കപൂറിനെ ഹൈക്കോടതി ഓർമ്മപ്പെടുത്തുന്നത്. അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്ത് റാക്കറ്റിന്റെ പ്രധാന കണ്ണിയാണ് സുഭാഷ് ചന്ദ്ര കപൂർ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ബന്ധമുണ്ടോ? വലിയ റാക്കറ്റുകളെ കുറിച്ചുകൂടി അന്വേഷിക്കണമെന്നാണ് SITക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അവിടെയാണ് സുഭാഷ് കപൂർ എന്ന പേര് ഹൈക്കോടതി ഉത്തരവിൽ പരാമർശിക്കുന്നത്. ആരാണ് ഈ സുഭാഷ് ചന്ദ്ര കപൂർ? ഇന്ത്യൻ വംശജനായ അമേരിക്കൻ പൗരനാണ് സുഭാഷ് കപൂർ. വർഷങ്ങളായി വിദേശത്ത് താമസിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള അമൂല്യമായ പഞ്ചലോഹ വിഗ്രഹങ്ങളും മറ്റ് പുരാവസ്തുക്കളും കടത്തിക്കൊണ്ടുപോയി കോടികൾ സമ്പാദിച്ചയാൾ. അമേരിക്കയിൽ സ്വന്തമായി ഒരു മ്യൂസിയം തന്നെയുണ്ട്. ആ മ്യൂസിയത്തിൽ വെച്ച് രാജ്യത്ത് നിന്ന് കടത്തിക്കൊണ്ടുപോയ വലിയ വസ്തുക്കൾ വെച്ച് മോഹവിലയ്ക്ക് വിറ്റ് ഏതാണ്ട് 1000 കോടിയിലധികം രൂപ സമ്പാദിച്ചിട്ടുണ്ട് എന്നാണ് ആരോപിക്കപ്പെടുന്നത്. 2011 സുഭാഷ് കപൂറിനെ ജർമ്മനിയിൽ തടഞ്ഞു വയ്ക്കുന്നത്. പിന്നീട് ഇന്ത്യക്ക് കൈമാറി. കേസ് തമിഴ്നാട്ടിൽ നിന്നുള്ളതായിരുന്നു. 19ഓളം വിഗ്രഹങ്ങൾ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി വിദേശത്ത് വിറ്റു എന്നതായിരുന്നു കേസ്. ഏതാണ്ട് 94 കോടിയോളം രൂപ മൂല്യമുള്ള വിഗ്രഹ കടത്ത് കേസിലാണ് ഈ സുഭാഷ് കപൂറിനെ ഇന്ത്യക്ക് കൈമാറുന്നത്. തമിഴ്നാട്ടിലെത്തിച്ച് വിചാരണ നടത്തി 2022 സുഭാഷ് കപൂറിനെ 10 വർഷം കഠിന തടവിന് കോടതി ശിക്ഷിച്ചു. ഇപ്പോൾ തമിഴ്നാട് കുംഭകോണം ജയിലിലാണ് സുഭാഷ് കപൂർ ഉള്ളത്. 2011 മുതൽ കസ്റ്റഡിയിലുള്ള സുഭാഷ് കപൂറിനും അദ്ദേഹത്തിന് പിന്നിലുള്ള റാക്കറ്റുകൾക്കും ഇപ്പോഴത്തെ കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നത് ഇപ്പോഴും വ്യക്തമുള്ള കാര്യമല്ല. പക്ഷേ പല സംശയങ്ങളുമുണ്ട്. കാരണം ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുടെ അടക്കം റിപ്ലിക്ക എടുത്തിട്ടുണ്ട് എന്നാണ് ഹൈക്കോടതി സംശയിക്കുന്നത്. അങ്ങനെ വന്നാൽ ഇവിടത്തെ അമൂല്യമായ വസ്തുക്കൾ വലിയ വിലയ്ക്ക്, അതായത് മോഹവിലയ്ക്ക് വിറ്റ് കാശാക്കാൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും പരിശ്രമിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാരണം 2018 മുതൽ ഇങ്ങോട്ടേക്കുള്ള ഈ സ്വർണ്ണപ്പാളികളുടെയും വാതിലുകളുടെയും കട്ടിളപ്പാളികളുടെയും ഒക്കെ തന്നെ കാര്യങ്ങളെടുത്താൽ സംശയങ്ങൾ പലതാണ്. അപ്പോൾ കോടതിക്ക് സുഭാഷ് കപൂറിനെ അന്വേഷണ സംഘത്തിന് ഓർമ്മപ്പെടുത്തേണ്ടി വരും. കാരണം ഇതുപോലെയുള്ള രാജ്യാന്തര വിഗ്രഹ കടത്ത് സംഘങ്ങൾ നിലവിലുള്ള രാജ്യമാണിത്. അവരുമായി ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന് കണ്ടെത്തിയാൽ അത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ വ്യാപ്തി തന്നെ വലുതായി മാറും. സർക്കാരിനും വലിയ തിരിച്ചടിയിലേക്ക് പോകും. എന്തായാലും ഹൈക്കോടതി ഉന്നം വയ്ക്കുന്നത് ഈ സ്വർണ്ണക്കൊള്ള കേസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും 4 ആളിലും ഒതുക്കരുത് എന്ന് തന്നെയാണ്. കൊച്ചിയിൽ നിന്ന് ബിനിൽ, മാതൃഭൂമി ന്യൂസ്.